ബി4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത് നമുക്കെല്ലാവർക്കും അറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ISL സീസൺ 5 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഇനി അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് ഹീറോ സൂപ്പർ കപ്പാണ്. പക്ഷേ ഹീറോ സൂപ്പർ കപ്പിലേക്കുള്ള യോഗ്യത കേരള ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് യോഗ്യത ലഭിക്കണമെങ്കിൽ ISL ആദ്യ 6 സ്ഥാനത്തേക്ക് എത്തണമായിരുന്നു ഡയറക്റ്റ് യോഗ്യത ലഭിക്കണമെങ്കിൽ. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് യോഗ്യത ലഭിക്കണമെങ്കിൽ യോഗ്യതാ മത്സരങ്ങൾ കളിക്കണം ഐ ലീഗിലെ ക്ലബ്ബുകളുമായിട്ട്. അപ്പോൾ ആദ്യ യോഗ്യതാ മത്സരം കേരളത്തിന് വരുന്നത് 15-ാം തീയതി ഐ ലീഗ് ക്ലബ്ബായ ഇന്ത്യൻ ആരോസിനെതിരെയാണ്. അപ്പോൾ ആ മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പ്രെഡിക്റ്റ് ചെയ്യാനും പ്രീ മാച്ച് അനാലിസിസ് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റാർട്ടിംഗ് 11ലേക്ക് തന്നെ കിടക്കാം. സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ റാൾട്ടെ ആയിരിക്കും വരിക. പുതിയ ലാലിംഗ് തുവായ റാൾട്ടെ എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പർ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. കാരണം ധീരജ് സിംഗിന് AFC Under-23 യോഗ്യതാ മത്സരങ്ങൾ കളിക്കുന്നതിനെ കാരണം കൊണ്ട് റാൾട്ടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഗോൾ കീപ്പറായിട്ട്. നമുക്കിതുവരെ ഈ യുവതാരത്തിൻ്റെ പ്രകടനം കാണാൻ സാധിച്ചിട്ടില്ല. ആദ്യ മത്സരമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ റാൾട്ടെ ഇറങ്ങുക. ഇനി നമ്മൾ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ 4 പേരുണ്ടാവും. റൈറ്റ് വിങ്ങിൽ സിറിൽ കാളി, സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് അനസ് എടുത്തൊടുകയും സന്ദേശ് ചിങ്കരും, ലെഫ്റ്റ് വിങ്ങിൽ പ്രീതം സിംഗും. ഇവർ 4 പേരുമായിരിക്കും ഡിഫൻസ് നിരയായിട്ട് തുടരുക. നമുക്കറിയാം പ്രീതം സിംഗ് കഴിഞ്ഞ അവസാന ISL ലീഗ് പോരാട്ടത്തിലെ അവസാന മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനമാണ് പ്രീതം സിംഗ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ അനസ് എടുത്തൊടുകയും സന്ദേശ് ചിങ്കരും ആയിട്ടുള്ള ആ സെൻറ്റർ ബാക്കുകൾ തമ്മിലുള്ള കൂട്ടുകെട്ടും വളരെ മികച്ചതായി തന്നെ തുടരുന്നുണ്ട്. സിറിൽ കാളിയും അത്യാവശ്യം മികച്ച പ്രകടനം തന്നെയാണ് ഡിഫൻസിൽ കാഴ്ചവെച്ചത് ISL സീസൺ 5-ൽ. ഇനി നമ്മൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കിസിറോൺ കിസിറ്റോ ഉണ്ടാവും. ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ചുമതല നമുക്കറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുകയും പന്ത് ഹോൾഡ് ചെയ്യുകയും എതിർ ടീമിലെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിൽ നിന്ന് ബോൾ എടുത്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുകയോ ഫോർവേഡേഴ്സിനെ എത്തിക്കുകയാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡറിൻ്റെ കർത്തവ്യം. അപ്പോൾ അത് ചെയ്യാൻ കിസിറോൺ കിസിറ്റോയ്ക്ക് സാധിക്കുമെന്നതിൽ യാതൊരു വക സംശയം വേണ്ട. അപ്പോൾ കിസിറോൺ കിസിറ്റോ ആയിരിക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ തുടരുക. ഇനി മിഡ്ഫീൽഡ്, അതായത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ 4 പേരുണ്ടാവും. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായിട്ട് കറേജ് പെക്കുസനും ലൻഡുങ്കലും, വിങ്ങുകളിൽ കെ പ്രശാന്തും സ്ലാവിസ സ്റ്റോയ്നോച്ചുമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അറ്റാക്കിംഗ് മൈൻഡുള്ള കുറച്ച് പ്ലെയേഴ്സ് തന്നെയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ ആയിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഞാനിവിടെ. അതിൽ വിങ്ങുകളിൽ വളരെ നല്ല രീതിയിൽ ബോൾ കൺട്രോൾ ഉള്ള 2 പ്ലെയേഴ്സാണ് സ്ലാവിസ സ്റ്റോയ്നോവിച്ചും കെ പ്രശാന്തും. അതുപോലെ കറേജ് പെക്കുസൻ വളരെ നല്ല രീതിയിൽ അറ്റാക്കിംഗ് സൈഡിലേക്ക് പാസ് കൊടുക്കുകയും അത്യാവശ്യം നല്ല രീതിയിൽ ബോക്സിന് പുറത്തൊന്നും ഷോട്ടുകൾ എടുക്കാൻ കഴിവുള്ളൊരു താരം തന്നെയാണ് കറേജ് പെക്കുസൻ. സെമിൽ ലൻഡുങ്കിലാകട്ടെ വളരെ മികച്ച രീതിയിൽ ഡ്രിബിൾ ചെയ്ത് ബോൾ ബോക്സിൻ്റെ ഉള്ളിൽ കയറി പാസ് കൊടുക്കാനും കഴിവുള്ളൊരു താരമാണ്. അപ്പോൾ നല്ല മികച്ച രീതിയിലുള്ള ഒരു ഡിഫൻസ് നിര തന്നെ മിഡ്ഫീൽഡേഴ്സിനെ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ഫോർവേഡിൽ ഏക സ്ട്രൈക്കറായിരിക്കും ഉണ്ടാവുക മത്തേജ് പൊപ്ലാണ്ടിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കുറച്ച് ഗോളുകൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ സ്കോർ ചെയ്തത്. ഫിനിഷിംഗ് കുറവ് അദ്ദേഹത്തെ ഈ സീസണിൽ എമ്പാടും വേട്ടയാടി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തെ മാത്രമല്ല മിക്ക ഫോർവേഡേഴ്സിനെയും ഫിനിഷിംഗ് കുറവ് മൂലം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ ആകെ നിരാശാജനകമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഫിനിഷിങ്ങിലെ കുറവ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഹരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആരോസിലെ നമുക്ക് വളരെ ഫലപ്രദമായി തന്നെ തോൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എനിവേ ഞാൻ ഈ മാച്ചിൻ്റെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 3-0 ജയിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ ഇന്ത്യൻ ആരോസിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മിക്ക യുവ താരങ്ങളുള്ള ടീമാണ് ഇന്ത്യൻ ആരോസ്. വളരെ മികച്ച രീതിയിൽ നമുക്കറിയാം നമ്മുടെ ടീമിലുള്ള മിക്ക മലയാളി താരമായ KP രാഹുൽ എന്നിവ മികച്ച ടാലൻ്റുള്ള പ്ലെയേഴ്സുള്ള ഒരു ടീമാണ് ഇന്ത്യൻ ആരോസ്. അപ്പോൾ അവരെ നമ്മൾ അങ്ങനെ നിസ്സാരക്കാരായി കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഏത് നിമിഷവും ഒരു അട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ നമുക്ക് നമ്മുടെ സ്വന്തം ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കട്ടെ എന്ന് നമുക്ക്
ആശംസിക്കാം. സോ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.